ഇന്ന പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. പേര് അലീഷ. സ്ഥലം പള്ളിപ്പുറം. ടെൻഷൻ ഉണ്ടല്ലേ? ഇപ്പോൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? പ്ലസ് 1. സുമയ്യ ഷമീർ. ഹൗസ് വൈഫാണോ? അതെ. ഏത് ക്ലാസ്സിലാ? UKG ഏതേ ഉള്ളൂ അല്ലേ? നല്ല കണ്ട്. ഞാൻ ഷമീർ ഫ്രം പള്ളിപ്പുറം. എന്ത് ചെയ്യുന്നു ചേട്ടൻ? സൗദി അറേബ്യയിൽ. ഇപ്പൊ നാട്ടിൽ വന്നതല്ലേ? നമ്മളെ ഫാമിലി ആയിട്ട് സൗദി അറേബ്യയിലാണ്. ഇപ്പൊ വന്നിട്ട് എത്ര നാളായി? വന്നിട്ട് 1 മാസമായി. കറങ്ങാനൊക്കെ ചുറ്റി കറങ്ങാനായിട്ടൊക്കെ ഇറങ്ങിയതാണല്ലേ? മുഹമ്മദ്. ഏത് ക്ലാസ്സിലാ? 6th. ഓക്കെ. അപ്പോൾ കുസൃതി ചോദ്യങ്ങളൊക്കെ അറിയോ? കേട്ടിട്ടുണ്ടോ? കുറവാണ്. അപ്പോൾ 10 രസകരമായ ചോദ്യങ്ങൾ ചോദിക്കും. മനസ്സിലുള്ള ആൻസർ എന്തായാലും പറയണം. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയുക. കൂടുതൽ ആരാണോ പറയുന്നത് അവരാണ് ഇന്നത്തെ വിജയി. ഇൻഡിവിജ്വലായിട്ടാണ് മത്സരിക്കാനുള്ളത്. ഇവിടെ ഫാമിലി ബന്ധം ഒന്നുമില്ല. ഓക്കെ, ആർക്കാണോ എപ്പോഴാണോ പറയാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, കൂടിയാലും കുറ്റം കുറഞ്ഞാലും കുറ്റം എന്താണ്? ഉപ്പ്. കറക്റ്റ് ആൻസർ. ഉപ്പ് കുറഞ്ഞെന്ന് കരുതി ഭാര്യ വഴക്കുറയാറുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ. നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കുളിച്ചിട്ട് വരുമ്പോൾ മേലാകെ ചൊറി എന്താണ്? കഴിക്കുന്ന സാധനം. കുളിച്ചിട്ട് വരുമ്പോൾ മേലാകെ ചൊറി എന്താണ്? കഴിക്കുന്ന സാധനമാണ്. സദ്യക്കൊക്കെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ വെറുതെ കഴിക്കാൻ ഇഷ്ടം ചിലർക്കൊക്കെ. പപ്പടം. കറക്റ്റ് ആൻസർ. പപ്പടാണോ പറഞ്ഞേ? ആണ്. ഓക്കെ, അത് ഞാൻ കേട്ട മാറിപ്പോയാൽ പറയാം. അപ്പോൾ ബാപ്പയും മകനും തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൊച്ചുകാൽ മെല്ലെ മെല്ലെ, വലിയ കാൽ വേഗം വേഗം എന്താണ്? കൊച്ചുകാൽ മെല്ലെ മെല്ലെ പോകത്തുള്ളൂ, വലിയ കാൽ വേഗം വേഗം പോകും എന്താണ്? നമ്മുടെ വീട്ടിലൊക്കെ എല്ലാ പേരുടെയും വീട്ടിൽ കാണുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം, നോക്കാൻ വേണ്ടി നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന സാധനം എന്താണ്? ചേച്ചിയാ പറഞ്ഞതല്ലേ? വന്നാലും അറിയാം. അപ്പോൾ ചേച്ചിക്ക് ഒരു പോയിന്റ് കിട്ടി. അടുത്ത, ചെറുപ്പത്തിൽ കൂടെയില്ല, പ്രായമാകുമ്പോഴും കൂടെയില്ല എന്താണ്? ജനിക്കുമ്പോഴും ഈ ഒരു സാധനം കാണത്തേ ഇല്ല, പക്ഷെ പ്രായമാകുമ്പോഴും ഈ സാധനം കാണത്തില്ല. പോവും. ഇടക്കാലത്തിൽ പല്ല്. കറക്റ്റ്. ആവശ്യത്തിന് നല്ല അടിപൊളി പല്ലുണ്ടല്ലോ. അപ്പോൾ 4 പേരും ഓരോ ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. വെള്ളത്തിലാണ് ജനിക്കുന്നത്, ആഹാരം രക്തമാണ് എന്താണ്? വെള്ളത്തിൽ ജനിക്കും, ആഹാരം രക്തം. അറിയാവോ? രാത്രിയൊക്കെ ഈ സാധനം വന്ന് കടിക്കും. എന്താ? ഞാൻ കൊച്ചിനാക്കള് കൊടുത്തേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒട്ടും ഇഷ്ടമില്ലാത്ത കൊതുകിനെ. അതെ, വെള്ളത്തിൽ ജനിക്കും. ജനിക്കുന്നത് വെള്ളത്തിൽ നിന്നല്ലേ? അതാണ് ക്വസ്റ്റ്യൻ. ജനിക്കുന്നത്. ഭക്ഷണം രക്തം, അതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, പാട്ട് പാടുമോ മോള്? നമുക്ക് ക്വസ്റ്റ്യന്റെ ആൻസർ പറയണ്ട, പാട്ട് പാടി കൊടുക്കാം. ഒരു പാട്ട് പാടോ? കണ്ടിട്ട് പാടുന്ന പോലെ തോന്നുന്നല്ലോ. വയ്യ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, സദ്യക്ക് ഞാൻ വേണം, പക്ഷെ കാര്യം കഴിഞ്ഞാൽ ഞാൻ പുറത്തു എന്താണ്? ഇല്ല. സദ്യക്ക് ഞാൻ വേണം, സദ്യക്ക് എല്ലാ കറികളിലും മിക്ക കറികളിലും ഞാൻ വേണം, പക്ഷേ കറിവേപ്പില. കറക്റ്റ് ആൻസർ. അപ്പോൾ ഉമ്മയും ആദ്യം ബാപ്പയും മകനുമായിരുന്നു, ഇപ്പോൾ ഉമ്മയും മകളുമായി ഇഞ്ചൊടിഞ്ഞ് പോരാട്ടം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇല പായ പോലെയാണ്, തടി തൂണ് പോലെ എന്താണ്? ഏത് മരം? ഇല പായ പോലെയാണ്, തടി തൂണ് പോലെ എന്താ? മറ്റന്നാമല്ലേ? കവുങ്ങല്ല.
അതിനെ കുറിച്ച് എനിക്ക് വലിയ എന്താണ് ആൻസർ? തെങ്ങല്ല. ഇല, പായ പോലെ ഇല ഉള്ളത് ഏതിനാ? വാഴ ഏ? വാഴ വാഴ വാഴ. വാഴ കറക്റ്റ് ആൻസർ. ഇവിടെ 3 പേര് 2 ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു. മരം ഒന്നല്ലേ പറഞ്ഞേ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. മുഖമില്ലാത്ത അപ്പൂപ്പന്റെ താടി പറന്നു. എന്താ? അപ്പൂപ്പൻ താടി. അപ്പോൾ 4 പേര് 2 ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു. ഭയങ്കര മത്സരമാണ് കേട്ടോ. ഇതാണ് സത്യത്തിൽ ഫാമിലി തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം. അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. കള്ളിലില്ല, കാപ്പിയിലില്ല, പക്ഷേ കഞ്ഞിയിലുണ്ട്. എന്താണ്? ചോറല്ല. കള്ളിൽ കാണത്തില്ല, കാപ്പിയിൽ കാണത്തില്ല, എന്നാൽ കഞ്ഞിയിൽ കാണും. എന്താണ്? കഞ്ഞിയിലുള്ളത് എന്താണ്? കാപ്പിയിലും കള്ളിലും ഇല്ലാത്തത്. കറക്റ്റ് ആൻസർ. എല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലേ. സദ്യയും ഉപ്പും അടുക്കളയായിട്ടൊക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പാളത്തിൽ ഓടുന്നവനാണ്, തുണി കണ്ടാൽ നിൽക്കും. ആരാണ് അവൻ? തീവണ്ടി. എന്തായാലും ചേട്ടന്റെ പേര്? ഷമീർ. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയ് ഷമീർ ചേട്ടനാണ്. 10ൽ 4 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞു. അപ്പോൾ ഷമീർ ചേട്ടൻ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഡിസ്ട്രിക്ട് ലെവൽ പ്രസിഡന്റുമായ ഹർഷകുമാർ അവരെ ക്ഷണിക്കുന്നു. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവരും ആസ്വദിച്ചു എന്ന് മനസ്സിലാക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.